സമസ്തക്കാരായ എന്റെ സഹോദരങ്ങളെ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ഈ തൗഹീദിന്റെ ആയത്തുകൾ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. കൈഫ അൻത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്? വഫീ ഖൽബിക കം ഇലാഹിൻ, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്? കുല്ലു ഷൈഇൻ തഅ്തമിദു വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക. പ്രതിസന്ധി പ്രയാസഘട്ടം വരുമ്പോ നീ ആ അല്ലാഹുവിന് പുറമെ ആരോടെങ്കിലും അഭയം തേടുന്നുണ്ടോ? ആരിലെങ്കിലും നീ അഭയം കണ്ടെത്തുന്നുണ്ടോ? ഫഹുവ സനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ആ വ്യക്തിയെ, ആ ശക്തിയെ, ആ പ്രവണതയെ നീ വിഗ്രഹത്തോടാണ് ആരുപമിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖ് ഉപമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബി, നീ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നീ ധാരാളം ചൊല്ലുന്നുണ്ട്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഉണ്ടല്ലോ, ഒരു ഉപകാരവും നിനക്ക് കിട്ടൂല. മഅ ശിർക്കിൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട്. ഏതാണ് ആ ശിർക്ക്? പ്രതിസന്ധി പ്രയാസഘട്ടത്തിൽ നീ അല്ലാഹ് അല്ലാത്തവരോട് അഭയം തേടുന്നുണ്ടെങ്കിൽ നീ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട്. ആയത്തോതിയിട്ടാണ് പറയുന്നത്. സാധാരണ സമസ്തക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ആയത്തൊക്കെ മക്കത്തെ മുശ്രിക്കീങ്ങൾക്കെതിരെ ഇറങ്ങിയത്, ഞങ്ങളെ മേൽ നിങ്ങൾ എന്തിനാ ആരോപിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയം നീ ഒരു പള്ളിയാക്ക്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളിയിൽ അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളെയും നീ വിളിച്ചു തേടല്ല. മുഹീദ്ദീൻ ശൈഖ് കമാ ഖാല അസ്സ വജല്ല ഫിൽ ഖുർആൻ, ശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റേതാണ്, ആ പള്ളികളിൽ റബ്ബിനോടൊപ്പം നീ ഒരാളെയും വിളിച്ചു തേടല്ല. പക്ഷെ വിരോധാഭാസം എന്താന്ന് വെച്ചാൽ, പള്ളിയിൽ നിന്ന് നിങ്ങൾ അല്ലാത്തവരെ വിളിച്ച് തേടരുത് എന്ന് പറഞ്ഞ ആ മുഹീദ്ദീൻ ശൈഖിനെ തന്നെ പള്ളിയുടെ മിമ്പറിൽ നിന്നും മിനാരങ്ങളിൽ നിന്നും മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടുന്നതാണ് നമ്മൾ കാണുന്ന ദയനീയത.